ഹായ് ഓൾ, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് വൈ സെഡ് അല്ലേ, അതിനെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആറിലും തീറ്റയിലും എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. എക്സിൻ്റെതിന് ആർ കോസ് തീറ്റ എന്നും വൈന് ആർ സൈൻ തീറ്റ എന്നും സെഡ് തന്നെ അങ്ങനെ നമ്മൾ മാറ്റി എഴുതും. അതിൽ ഡി വി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് നമ്മളെ റേഡിയസ് ആണ്, എത്ര റേഡിയസ് ഉണ്ടോ അതാണ് നമ്മളിവിടെ കൊടുക്കുക. തീറ്റ എന്ന് പറയുന്നത് 0 to 2π വരെ വരാം. ഓക്കെ, ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ കൊടുക്കും, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കൊടുക്കും, സെഡിന് സെഡ് തന്നെ. ദെൻ ഡി വിയുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. യൂസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ്. നമുക്ക് ലിമിറ്റ് എല്ലാം തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ ഡി സെഡ് ഡി വൈ ഡി എക്സ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രേഷനിൽ എക്സിനെയും വൈനെയും എല്ലാം മാറ്റിയിട്ട് അതിന് ആറിനെയും തീറ്റയിലേക്കും മാറ്റണം. അപ്പോൾ നോക്കിയേ, 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആ മൈനസിനെ ഒന്ന് പുറത്തെടുത്ത് എന്ത് വരും? 9 മൈനസിനെ പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരില്ലേ അല്ലേ. മൈനസിനെ പുറത്തെടുക്കുക. ഇനി അകത്ത് കൊടുത്ത് നോക്കിയേ, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ മൈനസിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അകത്തൊരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതിനെയാണ് ആർ സ്ക്വയർ എന്ന് പറയാം. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്താക്കി മാറ്റണം? ആർ സ്ക്വയർ എന്ന് മാറ്റണം. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അങ്ങനെയാണ് ഇവിടെ 9 മൈനസ് ആർ സ്ക്വയർ എന്ന് വന്നത്. ഓക്കെ, ഇനി നോക്കാം. അടുത്തത് നമുക്ക് എഴുതേണ്ടത് ഈ ഡി സെഡ് ഡി എക്സിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ആർ കോസ് തീറ്റ കൊടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ സ്ക്വയർ. ഡി സെഡ് ഡി വൈ ഡി എക്സിന് പകരം അതാണല്ലോ ഡി വി എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താക്കി? ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ ലിമിറ്റ് നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? സെഡിൻ്റെ ലിമിറ്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ സെഡിൻ്റെ ലിമിറ്റ് ആണല്ലോ ഉള്ളിലുള്ളത്. അങ്ങനെയാണ് നമ്മൾ അതിന് 9 മൈനസ് ആർ സ്ക്വയർ എന്ന് കൊടുത്തത്. ഇനി അടുത്തത് ഡി ആർ ആണ്, അതായത് റേഡിയസ് ആണ്. എത്ര റേഡിയസ് വരും നോക്കിയേ. അതായത് ഇവിടെ നോക്കാം, നമ്മൾക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് റീജിയൺ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. 9 മൈനസ് എക്സ് സ്ക്വയർ, അതായത് വൈയുടെ ലിമിറ്റ് രണ്ടാമത്തതാണല്ലോ. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ത് വരും? വൈ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരുമല്ലോ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ, അതായത് 9. ഈ മൈനസ് എക്സ് സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സർക്കിളിൻ്റെ ഇക്വേഷൻ ആർ എത്രയാണ്? 3 അല്ലേ. 0 to 3 ആണ് റേഡിയസ് വരാം. 3 ആണ് റേഡിയസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 0 to 3 കൊടുത്തു. ഇനി അടുത്ത ലിമിറ്റ് എന്തിനാണ്? തീറ്റ. തീറ്റയുടെ ലിമിറ്റാണ് നമുക്ക് അറിയേണ്ടത്. തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ വരും നോക്കിയേ. നമ്മൾക്കിപ്പോൾ തന്നിരിക്കുന്ന റീജിയൺ പ്രകാരം വൈ എന്ന് പറയുന്നത് ഫുള്ളുണ്ട് അല്ലേ. വൈ ആക്സിസ് ഫുള്ളുണ്ട്. റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ തൊട്ട് പ്ലസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ വരെ. അതായത് ഫുൾ റീജിയൺ തന്നിട്ടുണ്ട്. എക്സ് ആക്സിസ് ആയാലും എക്സ് ആക്സിസിൻ്റെയാണ് ഈ ലിമിറ്റ്. കണ്ട, അവസാനത്തെ ലിമിറ്റ് ഡി എക്സ്. എക്സിൻ്റെ ലിമിറ്റ് -3 to 3. അതായത് ഇങ്ങനെ ഒരു സർക്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, തീറ്റ എന്ന് പറയുന്നത് ഫുള്ളുണ്ടല്ലോ. ഒരു സർക്കിളിൻ്റെ എത്രയാണ് ആംഗിൾ വരുന്നത്? ടോട്ടൽ ആംഗിൾ 360 അല്ലേ. ദാറ്റ് ഈസ് 2π. അങ്ങനെയാണ് 0 തൊട്ട് ഒന്ന് റൗണ്ട് അടിക്കുക, അതായത് 0 to 2π. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ലിമിറ്റിനെയും എല്ലാത്തിനെയും എക്സും വൈയിൽ നിന്നും എന്തിലേക്ക് മാറ്റണം? ആറിലേക്കും തീറ്റയിലേക്കും മാറ്റണം. ഓക്കെ, ഇനി നോക്കാം, നമ്മൾ എന്ത് ചെയ്യുന്നു? ആർ സ്ക്വയർ, ആർ കോസ് തീറ്റ സ്ക്വയർ, ദാറ്റ് ഈസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓൾറെഡി ഒരു ആർ ഉണ്ട്. അപ്പോൾ ആർ സ്ക്വയറും ഈ ആറും ആർ ക്യൂബ് വരും. ഓക്കെ, ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ ഡി സെഡ് ഡി ആർ ഡി തീറ്റ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡി സെഡിലാണ്. അപ്പോൾ സെഡ് ഇല്ലാത്ത ടേംസ് ഒക്കെ ഞാനിതാ പുറത്തെടുത്തു. അടുത്തത് ഇൻ്റഗ്രൽ ഡി സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് അപ്പർ ലിമിറ്റ് 9 മൈനസ് ആർ സ്ക്വയർ മൈനസ് 0. അപ്പോൾ 9 മൈനസ് ആർ സ്ക്വയർ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9 ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് ഇവിടെ ആർ ക്യൂബും ആർ സ്ക്വയറും അല്ലെ. ആർ ക്യൂബ് ഇൻറ്റു ആർ സ്ക്വയർ എത്രയാണ്? ആർ റേസ് ടു 3 + 2 5 ആണ്. 3 × 2 ചെയ്യരുത്, 3 പ്ലസ് കേട്ടോ. എങ്ങനെയാണ്? 3 + 2 ആണ് വരാം. അപ്പോൾ ആർ റേസ് ടു 5 കോസ് സ്ക്വയർ തീറ്റ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതാ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാണ്. നമുക്ക് ഡി ആറിലാണ് ചെയ്യേണ്ടത്. സോ തീറ്റയുടെ ടേം 9 കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്തിട്ടുണ്ട്.
അതിനുശേഷം എക്സ് റേസ് ടു n+1/n+1 ഫോർമുല. ആർ ക്യൂബിന് r⁴/4, r⁵ന് r⁶/6. ഓക്കെ, അതിനുശേഷം അപ്പർ ലിമിറ്റ് 3 കൊടുക്കുക. 0 കൊടുത്തിട്ട് കാര്യമില്ല, എല്ലാം 0 ആയിട്ട് പോകും. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം നമുക്ക്? ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ടിടത്തും cos² ഉണ്ട്, അതിനെ പുറത്തെടുത്തു. ബാക്കി വരുന്ന ആൾക്കാർ ഇതാ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനൊക്കെ എനിക്ക് പുറത്തെടുക്കാം, കാരണം എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് തീറ്റയിലാണ്. തീറ്റയുടെ ടേംസ് മാത്രം അവിടെ മതി. ബാക്കി cos². ഇൻ്റഗ്രൽ cos² വന്ന് നമ്മൾ എന്ത് ചെയ്യണം? cos²നെ 1 + cos2θ/2 എന്ന് മാറ്റി എഴുതണം. ഓക്കെ, അതിനുശേഷം ഈ 1/2നെ പുറത്തെടുക്കുന്നു. ഈ 2നെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഒരു 4 ഉണ്ട്. 4 × 2 8 ആയിട്ട് മാറും. ബാക്കി ഇൻ്റഗ്രൽ dθയും ഇൻ്റഗ്രൽ cos2θ dθയും അല്ലേ? ഇൻ്റഗ്രൽ 1 + cos2θ ഉണ്ടല്ലോ, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 1 dθ + ഇൻ്റഗ്രൽ cos2θ dθ. അപ്പോൾ ഇൻ്റഗ്രൽ dθ എന്ന് പറയുന്നത് തീറ്റ, ഇൻ്റഗ്രൽ cos2θ എന്ന് പറഞ്ഞാൽ sin 2θ/2 അല്ലേ? 2θയുടെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിഫറൻസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം തീറ്റയ്ക്ക് 2π കൊടുക്കുക, ദെൻ 0 കൊടുക്കുക. 2π കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? sin 2 × 2π sin 4π, sin nπ എത്രയാണ്? 0 ആണ്. അപ്പോൾ 2π ആണ് വരാം. ഓക്കെ, അപ്പോൾ ഈ 2ഉം 8ഉം ക്യാൻസലാവും, 4 വരും, ഒരു പൈയും കൂടെ വരും. ഓക്കെ ആണല്ലോ. അടുത്തതുപോലെ തന്നെ ഒരു സിലിണ്ടറിക്കലിൻ്റെ ക്വസ്റ്റ്യനാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു നമ്പർ ആയിരുന്നു 9 - x² എന്നാണ് കൊടുത്തിരുന്നത് അല്ലേ? 9 - x². ഇവിടെ 9ന് പകരം എന്ത് കൊടുക്കുന്നുണ്ട്? a² എന്ന് കൊടുക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം വരുന്നത്. സിമിലർ ആണ്, സംഭവം എല്ലാം സിമിലർ ആണ്. എങ്ങനെയാണ്? x² - y² അല്ലേ? അതിൽ നമ്മൾ ഈ മൈനസിനെ പുറത്തെടുത്തിട്ട് x² + y² എന്നാക്കും. x² + y² നമ്മൾ r² എന്നാക്കും. ഓക്കെ, അതിന് എക്സിന് r⁴ കൊടുക്കുന്നുണ്ട്. എല്ലാം മുമ്പ് ചെയ്ത പോലെ തന്നെ കേട്ടോ. ഓക്കെ, r² × r r³ ആയി. ഇൻ്റഗ്രൽ dz വന്നു, നമ്മൾ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, r³ cos²θ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സാധാ ഇൻ്റഗ്രേഷൻ കേട്ടോ. ഇൻ്റഗ്രൽ r³ dr ചെയ്യണം. അപ്പോൾ കോസിൻ്റെ ടേംസിനൊക്കെ മാറ്റി എഴുതാം, അതായത് തീറ്റയുടെ ടേംസൊക്കെ മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ r³ r⁴/4, ഇൻ്റഗ്രൽ r⁵ r⁶/6. നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് വരുന്നത്, കൊണ്ടാണ് ഓടിച്ച് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലിമിറ്റ് കൊടുക്കുക അല്ലേ? r-ന് a കൊടുക്കുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്മളിതാ cos²θ, നേരത്തേലും ഇങ്ങനെ cos²θ വന്നിട്ടുണ്ടായിരുന്നു, അതിനെ പുറത്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇൻ്റഗ്രൽ cos²θ വരും. ഇൻ്റഗ്രൽ cos²θനെ 1 + cos2θ/2. ദെൻ ഈ 1/2നെ പുറത്തെടുക്കുന്നു. ദെൻ ഇൻ്റഗ്രൽ dθ പ്ലസ് ഇൻ്റഗ്രൽ cos2θ, ഇൻ്റഗ്രൽ cos2θ sin 2θ/2. ദെൻ തീറ്റയ്ക്ക് π/2 കൊടുക്കുക, 0 കൊടുക്കുക. ഓക്കെ ആണല്ലോ. നമ്മൾ ലിമിറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കിയേ, എങ്ങനെയാണ് അത് 0 to π/2 എല്ലാം വന്നത്? നേരത്തേൽ ഫുള്ളായിരുന്നു അല്ലേ? കംപ്ലീറ്റ് പോർഷൻ ഉണ്ടായിരുന്നു. ഇവിടെ 0 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതിൽ -√9 - x² തൊട്ട് +√9 - x² വരെ ഉണ്ടായിരുന്നു. അതായത് ഫുൾ സർക്കിള്, പ്ലസ് തൊട്ട് മൈനസ് വരെ എന്ന് പറയുമ്പോൾ അത് ഫുൾ സർക്കിളാണ്. പക്ഷെ ഇവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? 0 തൊട്ട് √a², 0 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പോരാതെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? a > 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ, ഈ ഒരു പോർഷൻ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് സെഡിൻ്റെത് നമ്മൾ 0 to a² മൈനസ് ഇതിനെ r² എന്ന് മാറ്റി എഴുതി. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? 0 to √a² മൈനസ് x², ദാറ്റ് ഈസ് y = √a² മൈനസ് x². എന്താണ് y²? അപ്പം എന്ത് വരും? y² എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് പോകും അല്ലേ? y² = a² മൈനസ് x², ദാറ്റ് ഈസ് x² + y² = a². എത്രയാണ് റേഡിയസ്? a ആണ് റേഡിയസ്. എവിടെ തൊട്ടാണ്? നമുക്ക് ഈ ഒരു പോർഷനല്ലേ വരുള്ളൂ. ഓക്കെ, കാരണം എന്താണ് ഈ ഒരു പോർഷൻ വരാൻ കാരണം എന്താണ്? 0 to √a² മൈനസ് x² എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ സർക്കിൾ ഇല്ല. മാത്രമല്ല എക്സിൻ്റെ ലിമിറ്റ് 0 തൊട്ട് a വരെയെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ ഒരു പോർഷൻ മാത്രമേ എക്കുള്ളൂ, എക്സിനുള്ളൂ. അപ്പോൾ അതായത് നമുക്ക് വേണ്ടത് ഈ ഒരു റീജിയനാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? 0 to π/2 കൊടുക്കുന്നത്. 0 to π/2. ഈ ആംഗിൾ 0 to π/2 ആണ്. എക്സിൻ്റെ, അതായത് റേഡിയസ് 0 to
എ കൊടുക്കുന്നത്. നേരത്തെ എന്തായിരുന്നു 0 to 2π ആയിരുന്നു. അതിന് കാരണം എന്തായിരുന്നു, നമ്മൾക്ക് ഫുൾ സർക്കിളാണ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. -√3 - x² തൊട്ട് മൈനസ് തൊട്ട് പ്ലസ് വരെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാതും. ഇവിടെയാണെങ്കിലും -3 to 3 അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 0 to ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി എടുക്കേണ്ടുള്ളൂ. ക്ലിയർ ആണല്ലോ. എല്ലാം മൈനസ് തൊട്ട് പ്ലസ് വരെ കറക്റ്റ്. -3 to 3, -a to a, -√9 - x² to +√9 - x², അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫുൾ എടുക്കേണ്ടുള്ളൂ. ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും 0 to π/2 റീജിയൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലിമിറ്റിൽ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.